ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തിനുമല്ല അവർ വന്നത്. അതെങ്ങനെയാ മൂർത്തിക്ക് മനസ്സിലായത്? ഞാനിപ്പോ നിൽക്കുന്നത് തക്കലയില. ഇവിടെയുള്ള ഏതോ ഒരു മുരുകനെയും കനിമൊഴിയെയും കാണാൻ അവർ വന്നത്. ഞങ്ങള് വേറൊരു കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. അതിനിടയിലാ ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ടാ നിങ്ങളെ കാണാനായിട്ട് വന്നത്. സത്യം പറ സാറേ, ആ കുഞ്ഞിന്റെ അമ്മയെ നിങ്ങൾക്കറിയാമോ? അവളിപ്പോ വളർന്ന് വലുതായി കാണും. ആ കുഞ്ഞിപ്പോ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ സാറേ? നിങ്ങൾക്ക് അവളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല, ഞങ്ങളൊരു സന്നദ്ധ സംഘടനയിലുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാ. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ സാർ. എന്തു കുഴപ്പം? നിങ്ങൾ ആ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അവളിപ്പോ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. മധുര മീനാക്ഷിയുടെ അനുഗ്രഹമുള്ള കുഞ്ഞിനെ പോലെയാ ആ കുഞ്ഞിനെ കിട്ടിയപ്പോ എനിക്ക് തോന്നിയത്. മറ്റാരുടെയോ മുതല് കൈവശം വയ്ക്കുന്ന പോലെ. പിന്നെ കേസും കൂട്ടും വരുമെന്ന് ആളുകൾ ഭീഷണിപ്പെടുത്തിയപ്പോഴാ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ ഞങ്ങൾ അവളെ ആർക്കും കൊടുക്കില്ലായിരുന്നു. ശരി മുരുക, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. സാറേ, നിങ്ങളുടെ അന്വേഷണത്തിൽ എപ്പോഴെങ്കിലും അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ ഒന്ന് അറിയിക്കണേ. ദൂരെ നിന്നാണെങ്കിലും അവളെ ഒന്ന് കാണാനാ. തീർച്ചയായും. അപ്പോ ശരി, കാണാം. വരട്ടെ. ശരി. ഹലോ മൂർത്തി, എന്തായി കാര്യങ്ങൾ? മാഡം, ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല. നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തിനുമല്ല അവർ വന്നത്. അതെങ്ങനെയാ മൂർത്തിക്ക് മനസ്സിലായത്? ഞാനിപ്പോ നിൽക്കുന്നത് തക്കലയില. ഇവിടെയുള്ള ഏതോ ഒരു മുരുകനെയും കനിമൊഴിയെയും കാണാൻ അവർ വന്നത്. ആരെ കാണാനാ വന്നെന്ന് പറഞ്ഞേ? ഒരു മുരുകനും കനിമൊഴിയും. അവനിവിടെ ഒരു പച്ചക്കറി കടയിലാ ജോലി. മൂർത്തി ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ അവരുടെ വീടിന് മുന്നിൽ തന്നെ ഉണ്ട്. അല്ല, എന്താ മാഡം? ധനുഷും സ്നേഹയും ഇപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. ഞാൻ അവരെ ഫോളോ ചെയ്ത് ബാക്കി കാര്യങ്ങൾ അറിയിക്കാം. വേണ്ട, മൂർത്തി ഇനി അവരുടെ പിന്നാലെ പോരുത്. മൂർത്തിക്ക് അവിടെ കുറച്ച് പണിയുണ്ട്.
എന്തോറ്റി സച്ചി? വൈപ്പറിൽ വെള്ളം തീർന്നു. സച്ചി ഇവിടെ നിൽക്ക്, ഞങ്ങൾ കയറിയിട്ട് വരാം. ശരി സാർ. ഇവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ശ്രമിച്ചു നോക്കൂ, ചിലപ്പോ സാധിക്കും.